ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് കടന്നു പോകുന്നത്. എന്നെയും നിങ്ങളെയും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പകാലങ്ങളിൽ ഉറങ്ങാതെ ഒരുപാട് രാത്രികൾ ഉറക്കാതെ വന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രൈം ത്രില്ലറുകൾ ആവേശത്തോടെ വായിച്ചിട്ട് രാത്രി പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ വന്ന ഒരു കാലഘട്ടം. അത്രയും വലിയൊരു നോവലിസ്റ്റ് ആകുന്നു. ഒരു ജനതയെ, മലയാളികളെ മുഴുവൻ, അതായത് ക്രൈം ത്രില്ലർ, ഡ്രാക്കുള എന്ന് പറയുന്ന ക്രൈം ത്രില്ലറുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മളെ വായിക്കാൻ പഠിപ്പിച്ച കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലുകൾ മാത്രമുള്ള ഒരു ബുക്ക് സ്റ്റാളിലേക്കാണ് നാം ഇനി കടന്നു. ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആളെക്കുറിച്ചും കൂടുതൽ പറയുമ്പോൾ അതൊരു കൗതുകമാണ്. ഹായ്, നമസ്കാരം. ഇദ്ദേഹമാണ് ഈ പുസ്തകങ്ങളുടെ നിലവിലുള്ള പബ്ലിഷർ. പേരെങ്ങനെയാ? റയാൻ പുഷ്പനാഥ്. ആ പുഷ്പനാഥ് എന്നുള്ള പേര് സ്വന്തം പേരിനോട് ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടി കിട്ടും. കോട്ടയം പുഷ്പനാഥ് എന്ന നോവലിസ്റ്റിന്റെ ചെറുമകനാണ്. ഈ റയാനാണ് മുത്തച്ഛന്റെ പുസ്തകങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഷ്പനാഥ് എന്ന് പറയുന്ന മുത്തച്ഛന്റെ പഴയ വിശേഷങ്ങളിലേക്ക്, പുസ്തകങ്ങളുടെ വിശേഷങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക് റയാനെ നമ്മൾ പ്രേക്ഷകന് വേണ്ടി ഓർമ്മകളിലേക്കൊന്ന് സ്വാഗതം ചെയ്യും. എന്താ പ്രേക്ഷകര് ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തം മുത്തച്ഛന്റെ പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന എന്ന കാര്യത്തിൽ പ്രേക്ഷകന് ഒരു ആകാംക്ഷയുണ്ട്. അതിന്റെ ഒരു മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ചെറുപ്പകാലം മുതലേ കോട്ടയം പുഷ്പനാഥന്റെ പുസ്തകങ്ങൾ വായിച്ച് തന്നെ ഞാനും വളർന്നത്. അവധി കിട്ടുമ്പോഴും ആദ്യമൊന്നും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ തന്നിരുന്നില്ല, പേടിക്കും എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ആരും കാണാതെ ആ പുസ്തകങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സമ്മതിച്ചിരുന്നില്ല, പേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ പുസ്തകത്തോട് അടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഓഡിയോ ബുക്കും ഇ ബുക്കും ഒക്കെ ആക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകം ഡിജിറ്റൈസ് ചെയ്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളുടെയും റൈറ്റ് അദ്ദേഹം എൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് അതെന്നും നിലനിർത്തണം, അല്ല എന്നും കാത്തു സൂക്ഷിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട്, ഞാനൊരു എഞ്ചിനീയറാണ്, എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. ഇപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ 350ഓളം പുസ്തകമുണ്ട്. അതിൽ 85 പുസ്തകങ്ങൾ ഞാൻ റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും റീപബ്ലിഷ് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ 2018 തുടങ്ങിയ സംരംഭമാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 2018 തുടങ്ങി ഇത്ര വർഷമായ സ്ഥിതിക്ക് ഈ പബ്ലിഷിംഗ് മേഖലയിൽ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഫീൽഡാണല്ലോ, അതിൽ നമുക്കുണ്ടായ പോസിറ്റീവായ സപ്പോർട്ടീവായ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സപ്പോർട്ട് ഇതിന് ഉണ്ടായി കാണുമല്ലോ. അതേതൊക്കെ തരത്തിലാണ് ഉണ്ടായത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നൊന്ന് പറയാം. 2018 അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ചുവന്ന മനുഷ്യനാണ് സ്റ്റാർട്ട് ചെയ്തത്. ചുവന്ന മനുഷ്യൻ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് മനോരാജ്യം വാരികയിൽ 1968 അപ്പൊ അതിന്റെ 50 വർഷത്തിന് ശേഷം 2018 ഞങ്ങൾ ചുവന്ന മനുഷ്യൻ പിന്നെ റീപബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് റീപബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കൂടിയും അങ്ങനെയുള്ള ന്യൂ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം അതിന്റെ പരസ്യങ്ങൾ കൊടുത്തു. പക്ഷേ നമുക്കിതിനെ റെസ്പോൺസ് അപ്പം അറിയാൻ പറ്റിയില്ല. പക്ഷെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആ ദിവസം ആ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത്. അപ്പൊ അവിടെ കൂടിയ ആൾക്കാർ തന്ന സപ്പോർട്ട്, അതുപോലെ തന്നെ ഇത് ഇന്നും ആ 2018 മുതൽ ഇന്നും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് പോയിട്ടില്ല. ഇപ്പൊ ചുവന്ന മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. റയാനോട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, 50 വർഷം മുമ്പ് ഈ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന പുസ്തകം മലയാളത്തിലേക്ക് താങ്കളുടെ മുത്തച്ഛൻ, അതായത് കോട്ടയം പുഷ്പനാഥ് എന്ന റൈറ്റർ, ഇത് വിവർത്തനം ചെയ്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ പുസ്തകത്തെക്കാൾ ഉപരി വീണ്ടും അത് റീപബ്ലിഷ് ചെയ്യുമ്പോൾ, അതായത് ലോക ശ്രദ്ധ ആകർഷിച്ചാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള. ഈ ഡ്രാക്കുളയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്, ഈ പുസ്തകം പരിചയപ്പെടുത്തിയത്, അതിന്റെ ഓതറെ പരിചയപ്പെടുത്തിയത് താങ്കളുടെ മുത്തച്ഛനാണ്. വീണ്ടും ആ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത, എന്തായിരിക്കും എന്നൊന്നുകൂടി പറയാം. അതെ, അതായത് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള 1975 കോട്ടയം പുഷ്പനാഥ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം 50
വർഷങ്ങൾക്ക് ശേഷം 2025 ഞങ്ങൾ വീണ്ടും റീപബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ റീപബ്ലിഷ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ ഞങ്ങൾ ബ്രാം സ്റ്റോക്കർ എസ്റ്റേറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് അത് റീപബ്ലിഷ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അകത്തെ ഫോർവേഡ് ആമുഖമൊക്കെ എഴുതിയിരിക്കുന്ന ബ്രാം സ്റ്റോക്കറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് നെഫ്യൂ ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത പുസ്തകത്തിനുണ്ട്. അത് ഹാർഡ് ബൗണ്ട് ആയിട്ടാണ് വരുന്നത്. കേരളത്തിൽ ഇതുവരെ ഡ്രാക്കുള ഹാർഡ് ബൗണ്ട് ആയിട്ട് ആരും ഇറക്കിയിട്ടില്ല. ഇപ്പോൾ കോട്ടയം ഉഷ്മാർ പബ്ലിക്കേഷൻസ് ആണ് ഡ്രാക്കുള ഹാർഡ് ബൗണ്ട് ആയിട്ട് ഇറക്കുന്നതും പിന്നെ ബ്രാം സ്റ്റോക്കർ എസ്റ്റേറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇറക്കുന്നതും.